ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന രാവിലത്തെ കാപ്പിക്കുള്ള കറിയാണ്. കുമ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്, 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് തേങ്ങയും ഒന്ന് മിക്സിയിൽ ഒരു ജാറിലോട്ട് ഇട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. തേങ്ങാപ്പാലാണ് ആവശ്യം. അപ്പം നമുക്ക് ഞാൻ ജാറ് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത്, കുമ്പിളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൊടുത്തു. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വറുത്തിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ ആദ്യത്തെ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2ാം പാലാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മസാലക്കൂട്ടുകളെല്ലാം ചേർക്കാം. ഇതിൽ ഒരുപാട് മസാലകളൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുമ്പിള് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് കുമ്പിള് വാടി കഴിയുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എരിവ് ഇത്രയും തന്നെ മതി. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവ് കുറവാണ്. ഇവിടെ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അപ്പം നമ്മൾ കുമ്പിള് ഏകദേശം ഒന്ന് നന്നായിട്ട് വാടി വരുന്നുണ്ട്. നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്, നല്ല കട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 2ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. 2ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് വേകണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് നല്ല പറ്റാനായിട്ടുണ്ട്. ഈ വെള്ളം കുറേ നന്നായിട്ട് പറ്റണം, കാരണം ഇത് 2ാം പാലാണ്. ആദ്യത്തെ പാൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചപ്പാത്തി ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൂൺ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആദ്യത്തെ പാൽ, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കൂൺ കറി റെഡി ആയിട്ടുണ്ട്, അതായത് കുമ്പിള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. കുമ്പിള് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കുമ്പിള് കറിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.